ജില്ലയിലെ കുട്ടനാട്ടിലെ തലവടി എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ശൈശവകാലം അനുഗ്രഹിക്കപ്പെട്ട അനേക ദൈവദാസന്മാരാലും ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ചർച്ച് CSI ചർച്ചുമായി വളരെയധികം ബന്ധത്തിലൊക്കെ ആയിരുന്ന ഞങ്ങളുടെ ശൈശവകാലമുണ്ട്. സന്ദർഭവശാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അന്ന് എനിക്ക് വകുപ്പിലൊക്കെ പഠിക്കുമ്പോൾ തിരുവചനം പഠിപ്പിക്കുകയും അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കുകയും ചെയ്ത ഒരു ഭവനത്തിലാണ് ദൈവം എന്നെ കൊട്ടാരക്കര വാളകത്ത് ലേറ്റ് മിസ്റ്റർ MJ പുനച്ചന്റെ ഭവനത്തിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നാക്കി. ഞാനിപ്പോൾ ഭവനത്തിൽ നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് വഴിയൊരുക്കിയത്. ഞാൻ താമസിക്കുന്നത് കൊരട്ടി എന്ന് പറയുന്ന ദേശത്താണ്. അത് അങ്കമാലിക്കും ചാലക്കുടിക്കും ഇടയ്ക്കാണ്. എനിക്കിപ്പോൾ 68 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ 32 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ പ്രാധാന്യത്തോടെ പറയുവാനല്ല, എൻ്റെ 32 വയസ്സുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയും ഈ ലോകപരമായ പലവിധമായ ദുർനടപടികൾക്കും ഒക്കെ ചെന്ന് ചേരുന്ന ഒരു യൗവനകാലമായിരുന്നു. 22ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവം എനിക്ക് ദുബായിൽ ഒരു ജോലി ലഭിച്ചു. അത് അഹങ്കാരത്തോടു കൂടെ തന്നെ ആ ജോലി ചെയ്യുകയും 24ാമത്തെ വയസ്സിൽ സർവശക്തനായ ദൈവം എൻ്റെ വിവാഹ ജീവിതം ഉറപ്പിക്കുകയും ഞങ്ങൾക്ക് 24ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ വിവാഹ ജീവിതം ദൈവം ഒരുക്കി തന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട് കുളനട എന്ന് പറയുന്ന പന്തളത്തിനടുത്തുള്ള ഒരു ഓർത്തഡോക്സ് ഭവനത്തിൽ നിന്നാണ് കർത്താവ് എനിക്കുള്ള തുണയെ ഒരുക്കിയത്. അങ്ങനെ ഞങ്ങളുടെ 24 വയസ്സ് മുതൽ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. ഒരു 26 വയസ്സായപ്പോൾ എന്നിലെ അഹങ്കാരമൊക്കെ ഉയർന്നു വന്നു. ഞാനൊരു നല്ല മദ്യപാനിയായി മാറി. ദുബായിൽ ജോലി ചെയ്യുന്നു, ദുബായിൽ ജീവിക്കുന്നു, ദുബായിൽ വളരെയധികം സുഹൃത്തുക്കളുമായി ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, മദ്യപിക്കുന്നു. അങ്ങനെ മദ്യപാനത്തിന് അടിമയായി മാറി വളരെ പ്രയാസമായി. അവധി 60 ദിവസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ വരികയും നാട്ടിൽ വന്നാലും ഇതുപോലെയുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടെ വന്ന് നാട്ടുകാരൊക്കെ വെറുക്കുവാനും നാട്ടുകാരൊക്കെ വളരെ വേദനിക്കുവാനും തുടങ്ങി. ഒരു വലിയ വീട്ടിൽ ജനിച്ചു വളർന്നത് കൊണ്ട് അവർ ആർക്കും എന്നെ തല്ലിയോ അടിച്ചോ ഒന്നും ഒതുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. എൻ്റെ മാതാപിതാക്കന്മാർ ദൈവത്തെ സ്നേഹിക്കുന്നവരും സൺഡേ സ്കൂളിലൊക്കെ വളരെ ശക്തമായി അനേക കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ആത്മീയ പശ്ചാത്തലം ഒരുക്കുന്ന ഒരു അപ്പനായിരുന്നു എൻ്റെ അപ്പൻ. മാത്രമല്ല, സഭാ ശുശ്രൂഷകളിലും ഞങ്ങളുടെ CSI പള്ളിയിലെ ചർച്ച് കമ്മിറ്റിയിലും സെക്രട്ടറി ഒക്കെ ആയിട്ടും അദ്ദേഹം സേവനം ചെയ്യുന്ന കാലത്ത് അവരെല്ലാവരും കരയുമായിരുന്നു. തലവടി വാസികൾ, കുരിയച്ചൻ ഇങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയല്ലോ, കുരിയച്ചൻ ഇങ്ങനെ ഒരു മകൻ, അമ്മണിക്കുട്ടിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയല്ലോ എന്ന് വളരെ ഭാരത്തോട് പറയുമ്പോൾ അവരുടെ കണ്ണുകളൊക്കെ നിറയും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മകനെ നേരെയാക്ക്, പിന്നീട് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. പക്ഷെ ആ വാക്ക് അവർക്ക് കുരിയച്ചനോട് പറയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനായി അവിടെ ജീവിച്ചു. പക്ഷെ എൻ്റെ അഹങ്കാരത്താൽ ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നുപോയി. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒരു വാക്യം മാത്രം അതിനുവേണ്ടി പറഞ്ഞ് ഞാൻ ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുക. 31ാം സങ്കീർത്തനത്തിൽ അതിന്റെ 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു, എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ, എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലായി എൻ്റെ ജോലി അഹങ്കാരമായിരുന്ന ദുബായിലെ ജോലി സർവശക്തനായ ദൈവം അവിടെ നിന്ന് തെറിപ്പിച്ച ഒരു വളരെ പെട്ടെന്ന് എന്നെ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് ഒരു ചാക്ക് കെട്ടുപോലെ വലിച്ചെറിഞ്ഞ് ആർക്കും വേണ്ടാത്തവനായി തള്ളപ്പെട്ട ഇവിടെ വന്നു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കന്മാർ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അയൽവാസികൾ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, അങ്ങനെ വളരെ പശ്ചാത്തലത്തില് ആ 31ാമത്തെ 30ാമത്തെ വയസ്സിൽ കേരളത്തിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ, അർത്ഥാൽ ഒരു വാക്കിൽ ഞാൻ പറയാം, ചായ കുടിക്കുവാനോ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാമ്പ് വാങ്ങിച്ച് ഒരു കത്ത് എഴുതുവാനോ 10 പൈസ ഇല്ലാതെ ഏകദേശം 10 വർഷത്തോളം 9 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്ത് ഒന്നുമില്ലാത്തവനായി വന്ന് വളരെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്കൊരു വഴി തുറന്നു തരണമേ, ജീവിതത്തിൽ എന്നോട് മനസ്സറിയണമേ. ജീവിതത്തിൽ അങ്ങനെ ഞാൻ 1 വർഷം പ്രാർത്ഥിച്ച് അങ്ങനെ ഏകദേശം 6 മാസമായപ്പോൾ, 1 വർഷമായിരുന്നു ഞാൻ അടയാളം വെച്ചിരുന്നത്. എന്നാൽ 6 മാസം ആകുന്നതിന് മുൻപ്
പ്രശ്നങ്ങൾ വളരെ കൂടിക്കൂടി വന്നു. ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചതൊക്കെ എൻ്റെ പിന്നാലെ ഓടി വന്നു. എൻ്റെ പഴയ മനുഷ്യൻ എന്നെ പുതിയ തീരുമാനത്തെ തകർക്കുമെന്നും പരാജയപ്പെടുത്തുമെന്നും മനസ്സിലായി. കാരണം 31 വയസ്സുള്ള പഴയ മനുഷ്യനും പുതിയ തീരുമാനമെടുത്ത ശിശുവുമാണ് ഞാൻ. എന്നെ തോൽപ്പിക്കാൻ എളുപ്പമാ. അങ്ങനെ ഞാൻ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ മാറോട് ചേർത്ത് സ്നേഹിച്ച CSIയിലെ അനേക കൂട്ടായ്മകളുണ്ട്. അതുപോലെ തന്നെ മാർത്തോമാ സഭയുടെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുണ്ട്. അങ്ങനെ സഞ്ചാര സുവിശേഷം CSIയുടെ പ്രവർത്തനങ്ങളും മാർത്തോമാ സഭയുടെ മാത്യൂസ് മാർ അത്താനിയോസ് ഗോസ്പൽ ടീം എന്ന് പറഞ്ഞ് വളരെ ശക്തമായ കൂട്ടായ്മകളിലും പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു സാഹചര്യം ഒരുക്കി. അന്ന് ഈ പദ്ധതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എന്നറിയില്ല. അങ്ങനെ ഏതായാലും ഇതിനു മുൻപ് സർവശക്തനായ ദൈവം എന്നെ എനിക്ക് രക്ഷിക്കപ്പെടാനും എനിക്ക് സ്നാനപ്പെടുവാനും എനിക്ക് ദൈവസന്നിധിയിൽ ഒരു സന്തോഷകരമായ രജിസ്ട്രേഷൻ ലഭിക്കാനും സർവശക്തനായ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ വന്നതിന് ശേഷം എനിക്ക് തിരുവചനത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ വളരെ ഈ കൂട്ടായ്മകളോടുകൂടെ പോയി എങ്ങനെ പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, എങ്ങനെ ഒരു ഭവനത്തിൽ ചെന്നാൽ അവരോട് സംസാരിക്കണം എന്നുള്ള ഒരു KG ക്ലാസ്, ആത്മീയത്തിന്റെ ഒരു KG ക്ലാസ് ആയിരുന്നു ഈ 2 ഗോസ്പൽ ടീമുകളും. അങ്ങനെ സർവശക്തനായ ദൈവം എൻ്റെ 32ാമത്തെ വയസ്സിൽ, പണ്ടെപ്പോഴോ ഞാൻ ദുബായിൽ പാർട്ട് ടൈം ചെയ്തിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ അബുദാബിയിലെ ഓഫീസിന്റെ മാനേജർക്ക് ദൈവം ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ഖലീഫ എന്നാണ്. ആ ജോസഫ് ഖലീഫ ലെബനോനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി പണ്ട് ഡ്രോയിങ്സ് ഒക്കെ വരച്ചു തന്ന, നിന്റെ പല പ്രോജക്റ്റിലും ഡ്രോയിങ്സ് വരച്ച് നിനക്ക് അപ്രൂവൽ വാങ്ങി തന്ന ആ വിനോദ് എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിക്കണം, ആ വിനോദിന് ഒരു വഴി ഒരുക്കി കൊടുക്കണം. അദ്ദേഹം കുവൈറ്റിലെ ഓഫീസ് റീഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കുവൈറ്റിൽ വന്ന ഉടനെ ചോദിക്കുന്നത്, അബുദാബിയിൽ എന്നെ സഹായിച്ച ഒരാളുണ്ട്, ഹീസ് ഫ്രം കേരള. കേരളത്തിൽ നിന്നുള്ള വിനോദ് വളരെ സ്മാർട്ടാണ്, എനിക്ക് അവനെ ഒന്ന് കാണാനായിട്ട് അല്ലെ അവനെ ഒന്ന് ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അബുദാബിയിലെ ഫയലിലൊന്നും അവന്റെ റെക്കോർഡ്സ് ഇല്ല. ആ റെക്കോർഡ്സുകളൊക്കെ ഞങ്ങൾ അവിടുന്ന് ഉപയോഗശൂന്യമായത് മാറ്റിയതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുവാനിടെ അത്ഭുതം എന്ന് പറയട്ടെ, എന്നോടുകൂടെ ചെറുപ്പകാലങ്ങളിൽ CSIയിൽ ആരാധിച്ചിരുന്ന വളരെ ശക്തമായി ദൈവത്തെ അറിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ട്, തലവടിയിലെ പൂവക്കാട്ട് എന്ന് പറയുന്ന. ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി പറഞ്ഞു, എനിക്ക് ആ വിനോദിനെ അറിയാം. അന്ന് രാത്രിയിൽ എനിക്കൊരു ഫോൺ കോൾ കൂടെ വരികയാണ്. ആ രാത്രിയിൽ ഫോൺ കോൾ അയച്ചിട്ട് ചോദിച്ചു, വിനോദ് അല്ലേ? അതെ, അയൽവക്കത്തെ വീട്ടിലാണ് ആ ഫോൺ കോൾ വന്നത്. ഞാൻ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്ത് പറഞ്ഞു, വിനോദ് സെൻഡ് മീ യുവർ പാസ്പോർട്ട് കോപ്പി. അപ്പോൾ അദ്ദേഹം, ഞാൻ ബയോഡാറ്റ ചോദിച്ചില്ല, പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പാസ്പോർട്ടിന്റെ കോപ്പി അയക്കാനേ പറഞ്ഞുള്ളൂ. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഈ പാസ്പോർട്ട് കോപ്പി എടുക്കാൻ പോയി. ആ സമയത്ത് തന്നെ എൻ്റെ ഭാര്യയോട് കൂടെ പ്രാർത്ഥിക്കുന്ന 4-5 അമ്മച്ചിമാരുണ്ട് എൻ്റെ വീടിന്റെ ചുറ്റും. കാരണം എനിക്കൊരു വഴിയില്ല, 10 പൈസ എൻ്റെ കയ്യിൽ എടുക്കാനില്ല, യാതൊരുവിധ കുഞ്ഞുങ്ങളുടെ ഫീസ് പോലും കൊടുക്കാനില്ലാതെ, 25 രൂപ പോലും ഫീസ് കൊടുക്കാനില്ലാതെ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട നാളുകളുണ്ട്, പ്രയാസപ്പെട്ട നിമിഷങ്ങളുണ്ട്. അവിടെ നിന്ന് കർത്താവ് മനസ്സലിഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്നതിൽ ഒരു കുഞ്ഞമ്മാമയോട് ദൈവാത്മാവ് പറഞ്ഞു, വിനോദിന്റെ വീസ കുവൈറ്റിലേക്ക് റെഡി. അത് ആ ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ ആ കുഞ്ഞമ്മാമ നേരെ എഴുന്നേറ്റ് പോയി കലണ്ടറിൽ എഴുതിയിട്ടു, 13-ാം തീയതി വിനോദിന്റെ വീസ റെഡി എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ പേപ്പറുകൾ മിനിസ്ട്രിയിൽ കുവൈറ്റിന്റെ വിശ്വാസ സെക്ഷനിൽ അയക്കേണ്ട പേപ്പറുകൾ അതേ 13-ാം തീയതി തന്നെ എൻ്റെ ഡയറക്ടർ ഒപ്പിട്ട് വെച്ചിരുന്നു. കാരണം എൻ്റെ പാസ്പോർട്ടിന്റെ കോപ്പി വരുമ്പോൾ അദ്ദേഹം UK-ലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ അവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി അത്ഭുതകരമായി എൻ്റെ പേപ്പർ അവിടെ ഫാക്സ് തിരുവല്ലായി ഞാൻ ഫാക്സ് ചെയ്തു. അങ്ങനെ അവിടെ ചെന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് വിസ കിട്ടി. ആ വിസയുമായി ഞാൻ അത്ഭുതകരമായി നടത്തുമ്പോൾ ഡൽഹിയിൽ നിന്നാണ് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കുവാനിടയായത്. അങ്ങനെ സർവശക്തനായ ദൈവം എനിക്കൊരു വഴി തുറന്നു തന്ന ഞാൻ 93 ഏപ്രിൽ മാസം 28-ാം തീയതി കുവൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സർവശക്തനായ ദൈവം എന്നെ അയച്ചു. ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ പല ഓഫറുകൾ കുവൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും മദ്യമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് കുവൈറ്റിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ച് ഞാൻ വളരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുവൈറ്റിൽ അവിടെ ചെന്ന സർവശക്തനായ ദൈവം എന്നോട് മനസ്സലിഞ്ഞ് സദ്ദാം ഹുസൈന്റെ ഭരണത്തിന് ശേഷം അവിടെ ചെല്ലുവാനും സർവശക്തനായ ദൈവം എനിക്ക്
ഒരു വഴിയൊരുക്കുവാനും. അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് സൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഭേദപ്പെട്ട ഒരു ശമ്പളമൊക്കെ ആയി ദൈവമായ കർത്താവിന്റെ പദ്ധതി പ്രകാരം നല്ലൊരു ഓർഗനൈസേഷൻ, അതായത് ആ സ്ഥാപനത്തിന്റെ പേര് കോപ്രി ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നാണ്. കുവൈറ്റില് ആ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4-5 മലയാളികളേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈജിപ്ഷ്യൻസും സിറിയൻസും പലസ്തീനീസും ലബനോനീസും ഒക്കെയാണ്. ആയതുകൊണ്ട് അങ്ങനെ വളരെയധികം സന്തോഷമായ ഒരു, ഇതിലും അനേക ക്രിസ്ത്യൻസ് ഉണ്ട്, കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട്, സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്. അങ്ങനെ വളരെ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മുമ്പിൽ ഒരു ചോദ്യം വന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. പക്ഷെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടുവെങ്കിലും ഞാൻ CSI തന്നെ പോകാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഒരു 4-5 മാസം, ഒരു വർഷം ആകുന്നതിന് 8 മാസം ഞാനിങ്ങനെ CSI ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, CSI ആരാധനയുടെ തെറ്റുകൊണ്ടൊന്നും അല്ല, ഈ സമയത്ത് അവിടെ വെച്ച് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു വാക്യം സംസാരിപ്പാനിടയായി. അന്ന് ഞങ്ങളുടെ CSI കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അന്ന് അവിടെ പ്രാസംഗികനായി വന്നിരുന്നത് വളരെ ബഹുമാനിക്കപ്പെട്ട തോമസ് സാമുവൽ അച്ഛന തിരുമേനിയാണ്. അദ്ദേഹം വന്ന ആദ്യത്തെ ദിവസം പ്രസംഗിച്ച വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം. ഞാൻ ന്യായപ്രമാണങ്ങളെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രയും ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അടുത്ത വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഈ വേദഭാഗം എന്നെ വളരെ സ്പർശിച്ചു. ഞാൻ അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് മെസ്സേജ് ചെയ്ത തിരുമേനിയോട് അടുത്ത് ചെന്ന് ചോദിച്ചു, ഇതിന്റെ പൊരുളൊന്ന് വിശദീകരിച്ച് തരാമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിന് വിനോദ് അത് വളരെ കാര്യമായ രീതിയിൽ അത് പഠിച്ചെടുക്കണം. അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ വിനോദിന് ഒന്നിൽ കണ്ണമ്പുല സെമിനാരിയിലോ അല്ലെങ്കിൽ സറാംപൂർ സെമിനാരിയിലോ പോയേ പറ്റൂ. പക്ഷെ ഇപ്പോഴത്തെ വിനോദിന്റെ അവസ്ഥയിൽ അവിടെ എങ്ങും പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ഉപജീവന മാർഗം, മാതാപിതാക്കന്മാർക്ക് ചെലവിന് കൊടുക്കണം, മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം തീരുമാനമെടുക്കാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് CSI ഉണ്ടായിരുന്ന റിച്ചിയെ ജോർജ് അച്ഛൻ, അദ്ദേഹം എന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുവചനം വായിച്ച് തിരുവചനത്തെ ഗ്രഹിക്കാമെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് വളരെ എനിക്ക് നല്ലൊരു ആലോചന തന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ വീണ്ടും വളരെ സ്നേഹിക്കുന്ന സാം തിരുമേനി അയോട് ഞാൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? എനിക്ക് തിരുവചനം പഠിക്കണമെന്നുണ്ട്. ഞാൻ തിരുവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കർത്താവിൽ പ്രിയ മക്കളോട് ഞാൻ പറയാം. എൻ്റെ ഒരു പഴയ മനുഷ്യനുണ്ട്, 31 വയസ്സ് പ്രായമുള്ള പഴയ മനുഷ്യൻ. അവൻ ഈ പുതുപ്രായം, അതായത് 2 വയസ്സേ എനിക്ക് പ്രായമുള്ളൂ. എൻ്റെ പുതിയ മനുഷ്യൻ എന്നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. അപ്പൊ എന്നെ തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്ന ഒരു വ്യക്തിക്ക് അവന്റെ ശൈശവം വളർച്ചയെടുക്കുവാൻ ഏറ്റവും നല്ലത് തിരുവചന ധ്യാനവും തിരുവചന പഠനവും തിരുവചനത്തിന്റെ ആശ്രയവും തിരുവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുക എന്നുള്ള ആ വലിയ പദ്ധതിയാണ്. അത് ഞാൻ വലിയ വാഞ്ചയോടെ നടക്കുന്ന സമയത്തും പോകുന്ന സമയത്തും ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന് വേദപുസ്തകം വായിക്കാൻ ഒരു ചാൻസ് കിട്ടി. വേദപുസ്തകം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ സന്തോഷമായി പറയട്ടെ, എൻ്റെ റീഡിങ് സ്പീഡ് വെച്ച് എനിക്ക് ഒരാഴ്ച കൊണ്ട് വേദപുസ്തകം വായിച്ചു തീർക്കാൻ പറ്റും. രാവിലെ പോയി ഓഫീസിൽ ജോലി ഇല്ലാത്ത സമയങ്ങളിൽ പലപ്പോഴും ഉണ്ട്. 8 മണിക്കാ തുടങ്ങുന്നതെങ്കിൽ 6 മണിക്ക് ഓഫീസിൽ ചെല്ലും, 8 മണിക്ക് എല്ലാ ജോലികളും തീർക്കും. അപ്പോൾ ചോദിക്കാനിടയാവല്ലേ, ഓഫീസിൽ ബൈബിൾ വായിക്കാൻ, വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ആ സമയം ഞാൻ 8 മണിക്ക് വായിക്കാൻ തുടങ്ങിയാൽ 12-1 മണിയാകുമ്പോഴത്തേക്കും ഉൽപ്പത്തിയും പുറപ്പാടും തീർന്നിരിക്കും. ലേവിയായും സങ്കീർത്തന വേദഭാഗങ്ങളും തീർന്നിരിക്കും. ഉച്ചയോടുകൂടെ വീട്ടിൽ വരും. പിറ്റേ ദിവസവും ജോലികളെല്ലാം തീർത്തിട്ട് കിട്ടുന്ന സമയമായി. അങ്ങനെ
ഒരാഴ്ച കൊണ്ട് ബൈബിൾ തിരുവചനം മുഴുവൻ വായിക്കാനായിട്ട് ആദ്യമായി സാധിച്ചു. അടുത്ത നാളുകളിലും എങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നോട് സംസാരിച്ചു, നീ എങ്ങനെ ബൈബിൾ വായിച്ചാൽ നിനക്ക് ഭ്രാന്ത് വരും. അങ്ങനെ ഇരിക്കാൻ കാരണം സർവശക്തനായ ദൈവം ഈ വേദഭാഗം വായിക്കുവാനായിട്ട് ഒരു വലിയ പദ്ധതി ഇട്ടു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരേ ഒരു ഡ്രാഫ്റ്റ്സ്മാനേ ഉള്ളൂ, ഒത്തിരി പ്രോജക്ട്സുകളുണ്ട്. ഇപ്പൊ നല്ല സാമ്പത്തികമായ രീതി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യാൻ കമ്പനി എന്നോട് ചോദിച്ചു, ഒരു 8 പേരെ അപ്പോയിന്റ് ചെയ്യുക, എന്നിട്ട് നീ അതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാനായിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനതൊന്ന് പഠിക്കട്ടെ, സ്റ്റഡി ചെയ്യട്ടെ എന്നുള്ള രീതിയിലിരുന്നു. അങ്ങനെ തൽക്കാലം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഉറക്കത്തിന്റെ കുറവ്, എൻ്റെ ഭക്ഷണത്തിന്റെ നിയന്ത്രണം, ഇവയെല്ലാം കൂടെ വന്ന് ഞാൻ ഒരു ദിവസം ഓഫീസിൽ പെട്ടെന്ന് ഹൈ ബ്ലഡ് പ്രഷറാൽ വീണ് എൻ്റെ ഓർമ്മയൊക്കെ നശിച്ച് ഞാൻ വളരെ പ്രയാസത്തില്ല. കൂടെ ഉണ്ടായിരുന്നവർ എന്നെ എടുത്ത് കുവൈറ്റിലുള്ള മുബാറക് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സംതിങ്, ഈ ഇദ്ദേഹത്തിന്റെ BP, വിനോദ് കുര്യൻ എന്ന് പറഞ്ഞ ആളിന്റെ BP 270 ആയിട്ടുണ്ട്. ഇത് താഴേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവയവങ്ങൾക്ക് ദോഷം സംഭവിക്കും. അതുകൊണ്ട് ഹൈ പ്രിട്ടൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും അവരാകുന്നിടത്തോളം ഒക്കെ ചെയ്തു നോക്കി. ഒരു നാട്ടുകാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീട്ടുകാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേകര്, അന്ന് ഞാൻ CSI തന്നെ ഉള്ളവരൊക്കെയും വളരെ സന്തോഷത്തോടെ പേര് കേട്ടവര്, മർത്തോമ, യാക്കോബായ, പെന്തക്കോസ്തൽ, അനേക കൂട്ടുകാർ ദൈവസേനയെ മുട്ടുമടക്കി. എൻ്റെ നാട്ടുകാരൊക്കെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഈ ഒരു ബുദ്ധിമുട്ട് വന്ന് ഞാൻ 3-ാമത്തെ ദിവസം കോമയിലേക്ക് പോയി. 3 ദിവസം ശരീരത്തിന് യാതൊരു ഇൻസ്പിറേഷനും ഇല്ല, മസിൽസ് എല്ലാം വീക്കായി, യാതൊരു വിധമായ ഡിസ്ചാർജും ഇല്ല, മോഷൻ ഡിസ്ചാർജ് ഇല്ല, യൂറിൻ ഡിസ്ചാർജ് ഇല്ല. അങ്ങനെ കിഡ്നി രണ്ടും വർക്ക് ചെയ്യാതായി. ആ ബ്ലഡ് വന്ന സമയത്ത് ആ ബ്ലഡിൽ നിന്ന് ഒരു വെയിൻ പൊട്ടി, ഇന്റേണലി ഏകദേശം 1 ലിറ്റർ ബ്ലഡ് വയറ്റിനുള്ളിലായി. അങ്ങനെ എൻ്റെ ലെഫ്റ്റ് കിഡ്നി 7 സെന്റിമീറ്റർ ഉയർന്നു പോയി. അതിഭയങ്കരമായ വേദന, വളരെ പ്രയാസത്തോട്, വളരെ ബുദ്ധിമുട്ടോടുകൂടെ 3 ദിവസം കടന്നു. എൻ്റെ വീടിന് ചുറ്റും ആൾക്കാർ, എൻ്റെ ചുറ്റുപാടുള്ളവർ വന്ന്, ഒരു ഹാർട്ട് ബീറ്റ് മാത്രമേ ഉള്ളൂ, ഒരു പൾസ് ബീറ്റ് മാത്രമേ ഉള്ളൂ, അതുകൂടെ നടിച്ചു കഴിഞ്ഞാൽ ഇനിയൊന്നും പറയാൻ പറ്റില്ല, കൊച്ചു പയ്യനായിരുന്നു, 34 വയസ്സേ ആയുള്ളല്ലോ, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ചുറ്റുപാടും ഉണ്ടായിരുന്ന അമ്മച്ചിമാരും 7 വയസ്സ് പ്രായമുള്ള ഒരു മകനാണെന്ന്, 9 വയസ്സ് പ്രായമുള്ള ഒരു മകളാണെന്ന്, അവരൊക്കെ ഇന്ന് കർത്താവിന്റെ കൃപയാൽ വലുതായി, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തു. അത് കാണുവാനും ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അത്ഭുതകരമായി പറയട്ടെ, ആ പ്രാർത്ഥനയിൽ എൻ്റെ മകനും പോവും, മകളും പോവും. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ 7 വയസ്സുള്ള മകനൊന്നും പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല. എൻ്റെ ഈ ഭാര്യയുടെ കണ്ണുനീരും എൻ്റെ ചുറ്റുമുള്ളവരുടെ കണ്ണുനീരും എൻ്റെ അമ്മയുടെ കണ്ണുനീരും ഒക്കെ വെച്ച് അവനൊരിക്കൽ എൻ്റെ മകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പപ്പയുടെ അസുഖമുള്ള സ്ഥലത്ത് യേശു അപ്പച്ചന്റെ രക്തം ഒഴിക്കണേ. ആ രക്തത്തിന്റെ ക്വാളിറ്റി അറിയില്ല, രക്തം ഒഴിച്ചാൽ സൗഖ്യമാകുമെന്നും രക്തത്താൽ വീണ്ടെടുക്കലുണ്ടെന്നും അമ്മയിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും കേട്ടിട്ടുണ്ട്, കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ കുഞ്ഞന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം എന്നോട് മനസ്സലിഞ്ഞു. അങ്ങനെ എന്നെ 3-ാം ദിവസം ഞാൻ കോമയിൽ നിന്ന് തിരിച്ചു വന്നപ്പം അന്നത്തെ ഡോക്ടേഴ്സ് ഒക്കെ, നെഫ്രോ ഡോക്ടറും നെഫ്രോളജിസ്റ്റും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ, നമുക്ക് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് ഇന്ത്യക്ക് അയച്ചേ പറ്റൂ. അങ്ങനെ അവിടുന്ന് അവർ എന്നെ HSL കടത്തി എന്നോട് പറഞ്ഞു, ഫ്ലൈറ്റിൽ അങ്ങ് കയറ്റിവിടാം. അങ്ങനെ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. അത്ഭുതകരമായി സർവശക്തനായ ദൈവമാണ് എന്നെ കുവൈറ്റിൽ അയച്ചത്. സാധാരണ ഇത്ര അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്തൊരു ബോഡിയാണ്, അത് തിരിച്ചു വന്നിട്ടും പ്രയോജനമില്ല. അപ്പൊ അതുകൊണ്ട് വിസ ക്യാൻസൽ ചെയ്ത് വിടാനായിരുന്നു ആദ്യം പ്ലാൻ. പക്ഷേ സർവശക്തനായ ദൈവം എൻ്റെ ഡയറക്ടറുടെ മോൻ ഖാലിദ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് പറഞ്ഞു, ഹേ ഈസ് എ സ്മാർട്ട് ബോയ്, അയാൾക്ക് വിടാൻ പാടില്ല. അങ്ങനെ എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാതെ എന്നെ 50 ദിവസത്തേക്ക് നാട്ടിൽ വിട്ടു. അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം അനേകർ പ്രാർത്ഥിക്കാറുണ്ട് തുടങ്ങി. അപ്പോൾ വീണ്ടും പറയട്ടെ, അങ്ങനെ അന്ന് ട്രിവാൻഡ്രം എയർപോർട്ടില് സ്റ്റെപ്സ് ആണ്, റാംപ്സ് ഇല്ല. അങ്ങനെ ഫ്ലൈറ്റ് വന്നിറങ്ങി. ഫ്ലൈറ്റിൽ നിന്ന് എന്നെ ഒരു തള്ളിക്കൊണ്ടു പോകുന്ന സ്ട്രെച്ചസിൽ കൊണ്ടുവന്നു. ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ബോയ്സ് എന്നോട് ചോദിച്ചു, സാറേ ഇവിടെ റാമ്പ്
പണി നടക്കുന്നതേ ഉള്ളൂ, റാമ്പില്ല. ഒരു കസേരയിൽ ഇരുന്നാൽ ഞങ്ങള് കൈകൊണ്ട് പൊക്കി ഞങ്ങള് ആംബുലൻസിലോ വെളിയിൽ കിടക്കുന്ന വാഹനത്തിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്റെ കർത്താവേ, എനിക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ ഒരു ബലം തന്നാൽ ഞാൻ ഇന്നു മുതൽ നിനക്കായി തന്നെ ജീവിക്കാം. അങ്ങനെ ദൈവസേനയെ ഞാൻ എന്റെ ആപ്ലിക്കേഷൻ അയച്ചു. സർവശക്തനായ ദൈവം എന്റെ ആപ്ലിക്കേഷൻ കേട്ടു. ഞാൻ കൈ ഊന്നി ഒരു കസേരയിൽ ഇരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു, നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി വെളിയിൽ കണ്ണെ കിടത്തിക്കൊണ്ട് പോകാൻ വന്ന ആ വണ്ടി, ഇച്ചിരി നീളമുള്ള വണ്ടിയാണ്, അന്നത്തെ ടാറ്റ സുമോയുടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വന്നാണ്. അവിടെ ഇരുന്ന് യാത്ര ചെയ്ത് ഭവനത്തിലെത്തി. സർവശക്തനായ ദൈവം എന്നോട് മനസ്സലിഞ്ഞ് വീണ്ടും എനിക്ക് വലിയൊരു ചെക്കപ്പനി വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ഞാൻ അവന്റെ ശരീരത്തെ കത്തിവെക്കാൻ അനുവദിക്കില്ല. അത് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് ആലോചന തന്നു. അങ്ങനെ വെല്ലുവിളി ചെന്നപ്പോൾ പറഞ്ഞു, ഇത് ഡ്രെയിൻ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. താൻ കുളത്തിലെ വെള്ളം വറ്റിപ്പോകുന്നത് പോലെ ഈ വയറ്റിലെ ബ്ലഡ് പാഴ്സലി പാർട്ടായിട്ട് ഉണങ്ങിപ്പോളും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. സർവശക്തനായ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ ഒരു ചാൻസ് കൂടെ ദൈവം എനിക്ക് തന്നു. അത്ഭുതകരമായ രീതിയിൽ ഒരു വലിയ നടത്തിപ്പ് ദൈവം തന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറയുകയാണ്. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ഒരു പലസ്തീനിയനാണ്. അത് പലസ്തീനിയൻ ഇസ്ലാം. അദ്ദേഹം, ഞാൻ ക്യാബിനിലേക്ക് നടന്നു ചെന്നപ്പോ എന്നെ കണ്ടിട്ട് എഴുന്നേറ്റിട്ട് എങ്ങനെ അദ്ദേഹം ചോദിച്ചു, വിനോദ്, ആർ യു സ്റ്റിൽ അലൈവ്? വിനോദ്, നീ ഇന്നും ജീവനോടെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞു, ബൈ ദ മേഴ്സി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ആം സ്റ്റിൽ അലൈവ്. റിയലി? അങ്ങനെ അത്ഭുതകരമായി ശവമായി വരേണ്ട എന്നെ കർത്താവ് കരുതി ആ ഓഫീസിൽ. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, ജോലിയൊക്കെ ചെയ്യാൻ പ്രയാസം വല്ലതും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ വീണ്ടും 50 ദിവസത്തിന് ശേഷം ചെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് എന്റെ സെക്ഷനിൽ. അവിടെ ചെന്ന് ആ ഡ്രോയിങ്സ് എല്ലാം പഠിച്ച് റെഡിയാക്കി നോക്കിയപ്പോ ദൈവം ചെയ്ത ഒരു അത്ഭുതം കാണണമോ? ഒരേ ഡിസൈനിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഒരേ ഡിസൈൻ. അതായത് ഒരു സ്കൂള്, ഒരു 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 സ്കൂള്, ഒരു ഹെൽത്ത് സെന്റർ, ഒരു പബ്ലിക് പാർക്ക്, 400 വില്ലാസ്, ഇങ്ങനെയുള്ള വീടുകളുടെ ഒരൊറ്റ ഡിസൈൻ 9 ഏരിയയിൽ ചെയ്യാനുള്ള പ്രോജക്റ്റ് ആണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഒരു വട്ടം വരച്ചാൽ മതി, അത് 10 വരെ പണിയത്തക്ക രീതിയിലുള്ള പ്ലാൻ. അപ്പൊ ഞാൻ കമ്പനിയോട് പറഞ്ഞു, ഇപ്പൊ നമുക്ക് അധികം ആരെയും വേണ്ട. ഈ പ്രോജക്റ്റുകൾ തീരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒരു 2-3 ഡ്രാഫ്റ്റ്സ്മാൻമാരെ അപ്പോയിന്റ് ചെയ്യാം. അന്നേരം ഇതിനകത്തെ കറക്ഷൻസും ഇതിനകത്ത് അനേക കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യത്തെ 4 വർഷം ഇങ്ങനെ പോകട്ടെ. അതുകൊണ്ട് പ്രിയ മക്കളെ, ഞാൻ പറയട്ടെ, അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തതാണ്. കാരണം ഞാൻ ഇതിന്റെ ഓരോ ഒരു കോപ്പി എടുത്തിട്ട്, അത് ജഹറ പ്രൊജക്ട്സ് ആണെങ്കിൽ അതിന്റെ മേളിൽ ജഹറ എന്ന് എഴുതി വിടും. അതിന് അവിടെ ചെന്ന് അവർ സർവേസ് ലെവൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി അത് സഭാസ്ഥലത്തിലേക്കുള്ളതാണെങ്കിൽ ഒരു കോപ്പി എടുത്തിട്ട് സഭാസ്ഥലം ഏറിയാൽ കൊടുത്തയക്കും. അങ്ങനെ ഞാൻ ബാക്കി 9 ഒരു ഡ്രോയിങ് കൊണ്ട് 9 സ്ഥലത്ത് സെയിം പണിയാനിടയായപ്പോൾ ഞാൻ ഫ്രീ ആയി. ഞാൻ 6 മണിക്ക് ഓഫീസിൽ ചെന്ന് 8 മണി കഴിയുമ്പോൾ പിന്നെ തിരുവചനം വായന. അങ്ങനെ അത്ഭുതകരമായി ഒരു ബൈബിൾ കോളേജിൽ പോകാൻ ഇടയാവാതെ സർവശക്തനായ ദൈവം എനിക്ക് വേദഭാഗം വായിക്കാൻ 95 മുതൽ 2001 വരെ ഒരു അവസരം തന്നു. അത്ഭുതകരമായി പറയട്ടെ, ഞാൻ ആ കൗണ്ടിങ് പറയുന്നത് ശരിയല്ല എങ്കിലും ഒന്ന് പറയാം. പക്ഷെ വായിച്ച് ഞാൻ ഒത്തിരി സന്തോഷവാനായി. ആ സമയത്താണ് 97 ഈ കേരളത്തിൽ നിന്ന് വന്ന ഒരു ദൈവദാസൻ, വയലത്തില് ഉള്ള ഒരു വ്യക്തി, വയലത്തിൽ അവറാച്ചൻ ഉപദേശ് എന്ന് പറയുന്ന മനുഷ്യൻ, ഡോക്ടർ കെ വി ചെറിയാച്ചന്റെ നോട്ട്സിൻ പ്രകാരം, കെ വി ചെറിയാച്ചൻ എന്ന് പറയുന്ന കർത്തൃദാസന്റെ നോട്ട്സിൻ പ്രകാരം അദ്ദേഹം വേദപുസ്തകത്തിലെ ലേവി പൗരോഹിത്യവും പുതിയ നിയമ വിശ്വാസികളും തമ്മിലുള്ള താരതമ്യ പഠനം എന്നുള്ളൊരു ക്ലാസ് 21 ദിവസത്തെ ക്ലാസ് എടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ നിയോഗിച്ച് കുവൈറ്റിൽ അയച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് പഠിക്കുവാനും അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ സംശയങ്ങൾ ചോദിക്കാനും, പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് എന്തുകൊണ്ട്, പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് എന്തുകൊണ്ട് ആലയത്തിൽ കടക്കാൻ പാടില്ല, കൂനന് കടക്കാൻ പാടില്ല, മുച്ചുണ്ടന് കടക്കാൻ പാടില്ല, കോങ്ങണ്ണന് കടക്കാൻ പാടില്ല, എന്നാൽ പുതിയ നിയമവിശ്വാസത്തിൽ ആർക്കും കൃപാസനത്തോളം അടുത്തു വരുവാനുള്ള വലിയ പ്രത്യാശ, ഈ തമ്മിലുള്ള താരതമ്യ പഠനം പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം.
ആ 21 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം കർത്തൃദാസനായിരിക്കുന്ന പാസ്റ്റർ KC ജോണിനെ അവിടെ അയക്കാനിടയായി. അദ്ദേഹം അവിടെ വന്നിട്ട് മരുഭൂമിയിലെ സഭ എന്നുള്ള വിഷയം 7 ദിവസം ക്ലാസ് എടുപ്പാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ വ്യക്തികളുടെ പേര് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് ഒരു മനുഷ്യനെ പഠിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തിരിക്കും. ആ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ തലവണക്കി കാത്തിരുന്നു കഴിഞ്ഞാൽ കർത്താവ് ആ വ്യക്തിയെ ഉപയോഗിക്കും. കർത്താവ് നോക്കുന്നത് ആരാണ് എന്റെ നെഞ്ചോട് ചാരാൻ ആഗ്രഹിക്കുന്നത്. അവൻ എന്റെ ഹൃദയത്തിന്റെ പൾസ് അറിയണം. ആ പൾസ് അറിഞ്ഞാൽ ഞാനും അവന്റെ ഹൃദയത്തിന്റെ പൾസ് അറിയണം. അതുകൊണ്ടാണ് യോഹന്നാന് ക്രൂശ് മരണം വരെയും യേശുക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്ന് നിൽപ്പാൻ സാധിച്ചത്. യേശുക്രിസ്തുവിന്റെ പൾസ് അറിയുന്ന ഒരു പൈതലെ നീ യേശുവിനോട് ഇവിടെ ചാരിക്കഴിഞ്ഞാൽ നിന്റെ തലയുടെ പുറകിൽ അടിക്കുന്ന പൾസും കർത്താവിന്റെ ഹൃദയത്തിന്റെ പൾസും തമ്മിൽ ജോയിൻ ചെയ്ത് വരുമ്പോൾ നിനക്കറിയാം എന്റെ പ്രിയനായ കർത്താവ് എന്നെ എത്രയോ സ്നേഹിക്കുന്നു. അത്ഭുതകരമായ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യനർ ഉണ്ടായി അവിടെ. എന്തിനാണ് രക്ഷിക്കപ്പെട്ടവൻ, എന്തിനാണ് സ്നാനപ്പെടുന്നത്, എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്, എന്തുകൊണ്ടാണ് സ്നാനപ്പെടേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം മറുപടിക്കായി KC ജോൺ തന്നെ ഉത്തരങ്ങളെ കൊടുത്തു. അപ്പോൾ പല പല സംശയങ്ങൾ ഉണ്ടായി. ആ ബൈബിൾ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ പറയുന്നുണ്ട്, ചില കൊർന്നല്യോസും കുടുംബവും ഈ കർത്താവിനെ വിശ്വസിച്ചു, അതിൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയോ, ഇവരെ സ്നാനപ്പെട്ടു എന്നൊക്കെയുള്ള വിഷയങ്ങള്, ഇങ്ങനെയുള്ള അനേക സംശയങ്ങൾ അദ്ദേഹം ഒരു 20 കാസറ്റ്സുകളിൽ കൂടെ അതിന് മറുപടി കൊടുക്കാനും അത് ഞങ്ങൾക്ക് കേട്ട് പഠിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. അത് കേട്ട് പഠിക്കുക മാത്രമല്ല, ഈ കാസറ്റിന്റെ കോപ്പി എടുത്ത് എൻ്റെ അനേക സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ എല്ലാവർക്കും വലിയ സന്തോഷമായി. എനിക്ക് ആരോ ഒരാൾ അന്ന് 3-in-1 ആയി റെക്കോർഡ് ചെയ്യുന്ന ഒരു സാധനം തന്നു. ടേപ്പ് റെക്കോർഡിന്റെ ടൈപ്പിന്റെ ടൈമാണ്. അതൊക്കെ റെക്കോർഡ് ചെയ്തു പലർക്കും കൊടുത്തു. എനിക്ക് പിന്നെ ഡിനോമിനേഷൻ ഒന്നും, എല്ലാവരും ആദാമിന്റെ കൊച്ചുമക്കളാണ്. ആദാമിന്റെ കൊച്ചുമക്കളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും അതുപോലെ ഞാൻ സ്നേഹിക്കും. അങ്ങനെ എന്റെ സുഹൃത്തുക്കളെല്ലാം കിട്ടിയ പറയും, വിനോദ അടുത്തടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞു വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ KC ജോൺ പാസ്റ്ററിന്റെ ഈ 2ാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൈവം ബാബു ചൊറിയാൻ പാസ്റ്ററെ അയച്ചു. ഈ ബാബു ചൊറിയാൻ പാസ്റ്റർ വന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി പ്രാർത്ഥിക്കേണ്ടത് ആര്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അന്ന് ബാബു ചൊറിയാൻ പാസ്റ്റർ വരുത്തി വന്നെടുത്ത ആ പ്രാർത്ഥന എന്നുള്ള ക്ലാസ് പകൽ ഇവരെടുക്കുമ്പോൾ ഞങ്ങൾ ഓഫീസിലായിരിക്കും. അന്ന് കർത്താവ് എനിക്ക് ദാനമായിരുന്ന മകളും മകനും എൻ്റെ വൈഫും ഒക്കെയാണ് വേദഭാഗങ്ങൾ വായിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ഇത് ഒരു ചെറിയ ഒരു വാക്ക്മാനിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. അങ്ങനെ ആ 6 ദിവസത്തെ ക്ലാസ് അത് ബാബു ചൊറിയാൻ ക്ലാസ് എടുത്തു. അതും അനേകർക്ക് പരിശുദ്ധാത്മാവിൽ ഈ പ്രാർത്ഥനയുടെ കാസറ്റ് കൊടുക്കുവാനിടയായി. അത് അനേക സ്ഥലത്ത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്താണ് ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസ്, ഈ ക്ലാസ് അതും ഒരു 6 ദിവസം കൊടുക്കുക ദൈവടിയാക്കി. 3ാമത് അദ്ദേഹം കൊലോസ്യ ലേഖനം കൊടുത്തു. അങ്ങനെ വേദപഠനത്തിന്റെ പലവിധമായ സത്യങ്ങളെ പഠിക്കുവാനിടയായി. ഈ പഠിച്ചതൊക്കെ ഞാൻ മാത്രമല്ല, ഞാൻ എല്ലാവർക്കും അതിന്റെ കോപ്പി എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും, വേണ്ട വിനോദ്, ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നാൽ എങ്ങനെയാ, അതുകൊണ്ട് ഞങ്ങൾ കാസറ്റ് വാങ്ങിച്ചു തരാൻ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ടേപ്പ് ചെയ്ത് തരാം, കുഞ്ഞുങ്ങളോടുണ്ടല്ലോ അവർ ചെയ്യുമ്പോൾ. എൻ്റെ വൈഫും ഒക്കെ ഒത്തിരി സന്തോഷത്തോടു കൂടെ അത് ടേപ്പ് ചെയ്യാനിടയ്ക്ക്. ഒന്ന് ഓർക്കണം, ഒരു മദ്യപാനിയായ ഒരു മനുഷ്യന്റെ ഭാര്യ, വളരെ നിന്ദിക്കപ്പെട്ട സാഹചര്യം, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒന്നല്ല ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സർവശക്തനായ ദൈവം 44 വർഷത്തിന് മുമ്പ് എന്നോട് കൂടെ കൂട്ടിച്ചേർത്തു. കുഞ്ഞുഞ്ഞമ്മ എന്നാണ് പേര്. ആ കണ്ണുനീരാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. ഇല്ല എന്നുണ്ടെങ്കിൽ അന്നേ കുവൈറ്റ് വെച്ച എൻ്റെ ഭിത്തി ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഭിത്തിയിൽ കയറി. അങ്ങനെ ഫോട്ടോയിൽ ദൈവമാക്കാതെ ഇന്ന് ജീവനോടെ എന്നെ സ്നേഹിച്ച് എൻ്റെ ശൈശവകാലത്ത് എന്നെ ദൈവവചനം പഠിപ്പിച്ച ലേറ്റ് പക്ഷേ MJ ഈപ്പൻ അച്ഛനോടും കൊച്ചമ്മയുടെയും ഭവനത്തിൽ കൊച്ചുമക്കൾ മകനോടും കൂടെ ഇരുന്ന് ഈ മെസ്സേജ് പറയാൻ സർവശക്തനായ ദൈവം എന്ന് ഞങ്ങൾ അങ്കമാലിയിൽ ഇരുന്ന് പറയേണ്ടത് ഇവിടെയായിരുന്നു എന്ന് പറയാൻ, ഈ വാളകത്ത് ഈ കൊട്ടാരക്കരയിൽ നിന്ന് പറയാൻ സർവശക്തന്റെ പ്ലാനിങ്, എൻ്റെ പ്ലാനിങ് അല്ല. എന്റെ പ്ലാനിങ്ങിൽ ഒരു പദ്ധതിയുമില്ല. കാരണം എൻ്റെ റിമോട്ട് കൺട്രോൾ ആ 31ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചതാണ്. അപ്പൊ എൻ്റെ പഴയ മനുഷ്യന് 31 വയസ്സുള്ളപ്പോൾ പിന്നീട് ഇത് വന്ന് ഇപ്പോൾ എനിക്ക് 68 വയസ്സായി. അപ്പോൾ ഏകദേശം പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഒരേ പ്രായത്തിലായി നിൽക്കുകയാണ്. ദൈവമക്കളെ, വീണ്ടും പറയട്ടെ, അങ്ങനെ ആ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും ജോസഫ് എബ്രഹാം എന്ന് പറഞ്ഞ
കത്തോലിക്ക സഭയിൽ അച്ഛനായിരുന്ന വ്യക്തി അവിടെ നിന്ന് കുപ്പായൊക്കെ ഊരി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് യഹൂദന്റെ ചരിത്രവും ഭാവി ചരിത്രങ്ങളും ഒക്കെ അതും ഒരു 21 ദിവസത്തെ ക്ലാസ് എടുപ്പാൻ ദൈവടയാക്കി. അതും ഞങ്ങൾക്ക് അനുഗ്രഹമായി. അങ്ങനെ യഹൂദന്റെ ചരിത്രം, അങ്ങനെ അവരുടെ വിടുവിക്കല്, അവരെ ചിതറിപ്പോയത്, അലക്സാണ്ട്രിയ തുറമുഖത്ത് അവരെ വിൽക്കാൻ നിർത്തിയത്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ക്ലാസ് ദൈവം അവിടെയും ഒരുക്കി. അതിനുശേഷം പിന്നെ പോൾ ഗോപാലകൃഷ്ണൻ ദേവദാസൻ വന്നു. സ്വർഗം എന്താണ്, നരകം എന്താണ്, സ്വർഗത്തിന്റെ സിസ്റ്റംസ് എന്താണ് ചെയ്തിരിക്കുന്നത്, നരകത്തെ കുറിച്ച് അദ്ദേഹം കൂടുതലായി പഠിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര, എന്തൊക്കെ പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകളൊക്കെ അദ്ദേഹം എടുത്തു. ആയതിനു ശേഷം ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം IPC സഭയിലെ പാസ്റ്റർ KC ചെറിയ നമ്മൾ ചെറിയൻ പാസ്റ്റർ അവിടെ കുവൈറ്റിലെ IPCയുടെ PC-ക്ക് ഒരു പാസ്റ്ററായിട്ട് വന്നപ്പോൾ പേഴ്സണലി ഞാൻ ഒരു ദിവസം പറഞ്ഞു, പാസ്റ്റർ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ, ഒരു ക്ലാസ് എടുത്തിരുന്നാൽ നല്ലതായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, എന്നോട് തലപിടികളുള്ള പ്രസാദം പറഞ്ഞു ക്ലാസ് എടുക്കാൻ. അങ്ങനെ അദ്ദേഹം 51 ദിവസത്തെ ക്ലാസ് എടുത്തു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ നയിക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്സ്, അതിന്റെ പ്രവചന പൂർത്തീകരണം. ആ ഒരു വാക്യത്തിന് 4 വാക്യങ്ങൾ തെളിവോടുകൂടെ അദ്ദേഹം ക്ലാസ് എടുത്തു. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. അങ്ങനെ 51 ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ ദൈവം ഒരു ബൈബിൾ കോളേജിൽ പോലും അയക്കുവാൻ പോയാൽ എന്റെ കാര്യം പ്രയാസമാണ്. വിശ്വാസത്താൽ ഇന്നെനിക്ക് നേടാം. പക്ഷെ അവിടെ നിന്ന് കർത്താവ് ബൈബിൾ കോളേജിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഈ 51 ദിവസത്തെ ക്ലാസ് എടുത്തു. അതിനുശേഷം അദ്ദേഹം വേറൊരു ക്ലാസ് കൂടെ എടുത്തു. അതാണ് ഏറ്റവും എനിക്ക് സപ്പോർട്ടീവ്. ഉയരത്തിൽ നിന്ന് വന്ന യേശു ക്രിസ്തുവിന്റെ സ്വഭാവവും കീഴെ നിന്ന് വന്ന എതിർ ക്രിസ്തുവിന്റെ സ്വഭാവവും, അതായത് ദൈവവും പിശാചും തമ്മിലുള്ള സ്വഭാവത്തെ ജഡത്തിൽ എടുത്ത് ജഡത്തെ നശിപ്പിച്ച് ആത്മീയം കെടുത്തുന്ന ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നും അകന്ന് നിൽക്കേണ്ട ദൈവ പൈതലിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയാനാണ്. ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഏകദേശം 2000 ഒക്കെ ആയപ്പോഴത്തേക്കും കർത്താവ് എന്നോട് പറഞ്ഞു, ഈ പർവ്വതം ചുറ്റി നടന്നു. എനിക്ക് യാതൊരു വിധമായ സാമ്പത്തിക ഭദ്രതയും, 2 കുഞ്ഞുങ്ങളാണ്, സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്. സർവശക്തനായ ദൈവം എന്നെ കുവൈറ്റിൽ നിന്ന് അയച്ചു. കുവൈറ്റിൽ നിന്ന് അയക്കുമ്പോൾ കമ്പനിക്ക് കുറെ വർഷങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ സാലറി കൊണ്ട് കാര്യങ്ങള് വളരെ കൂടിയ സാലറിയാണ്. ഇതിനടുത്ത് ഒരു വാക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. എനിക്ക് ഈ രക്ഷയുടെ അനുഭവം വന്നപ്പോൾ തൊട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ എനിക്ക് കൂട്ടുതരണം. അപ്പോൾ ഞാൻ നടക്കുന്നിടത്ത് ഫാക്സ് അയക്കും, പോകുന്നിടത്ത് കുളിക്കുവാൻ കയറിയ ഫാക്സ് അയക്കും, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കുക്കിംഗ് ആണ് ഫാക്സ് അയക്കും, വണ്ടിയിലാണ് ഫാക്സ് അയക്കും. കർത്താവ് എൻ്റെ ഭാര്യയെ തരണം. അപ്പൊ ഇത് കേട്ടിട്ട് പലരും പറഞ്ഞു, എങ്ങനെ ഭാര്യയെ തരാൻ, നിനക്ക് 300 കുവൈറ്റ് ദിനാറേ ശമ്പളമുള്ളൂ, ഗവൺമെന്റുകാർക്ക് പോലും 400 ഉണ്ടായില്ലേ തരത്തുള്ളൂ, ഈ പ്രൈവറ്റ് കമ്പനിക്ക് 600 വേണം. ഞാൻ പറഞ്ഞു, ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. നിങ്ങൾ ഓർക്കണം, 94-ൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന് ഒരു ദിവസം ഗവൺമെന്റ് ഒരു നിയമം പ്രഖ്യാപിച്ചു. എന്താന്ന് വെച്ചാൽ, രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കെ യഹോവയുടെ കയ്യിലിരിക്കുന്നു, അതവൻ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സദ്ദാം ഹുസൈൻ വന്ന് അനേക വീടുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഞാനൊക്കെ ചെന്നിട്ട് 2 വർഷമായിട്ടും ഈ കുവൈറ്റികൾക്ക് വരുമാനമില്ല. കാരണം ആരും താമസിക്കുന്നില്ല. കാരണം റെന്റ് കൊടുത്താലാണ് അവരുടെ വരുമാനം. അപ്പൊ ഈ 600 കുവൈറ്റ് ദിനാർ പ്രൈവറ്റ് സെക്ടറും 400 കുവൈറ്റ് ദിനാർ ഗവൺമെന്റ് സെക്ടറും ആയതുകൊണ്ട് എല്ലാവരും ഭാര്യയെ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ദൈവം ഞങ്ങളുടെ അപേക്ഷ കേട്ടു. പെട്ടെന്ന് രാജാവ് പറഞ്ഞു, 3 മാസത്തേക്ക് ശമ്പള പരിധി ഇല്ലാതെ ആർക്കും ഭാര്യയെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവത്താൽ കഴിയാത്ത കാര്യങ്ങൾ. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളിൽ കൂടെ ദൈവം എന്നെ പല രീതിയിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ എൻ്റെ വൈഫോടെ വന്നു 2 ആഴ്ച 3 ആഴ്ച ഞങ്ങളെ ഒരുമിച്ച് CSIയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വചനം പഠിക്കുന്നുണ്ട്, CSIയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ സ്നാനത്തെ കുറിച്ചൊക്കെ പഠിക്കുവാനൊന്നും പുള്ളിക്കാരിയുടെ ആത്മീയ ഗുരു പറഞ്ഞു, പോകുന്നത് കൊള്ളാം, രക്ഷിക്കപ്പെടുക ചെയ്യാവൂ, സ്നാനപ്പെടുന്നത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അതെല്ലാം സമ്മതിച്ച് കുവൈറ്റ് വന്നു, കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ ആക്കി.
അത്ഭുതകരമായി വന്നു. 1 വർഷം തികയുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് CSI ഒരു പിക്നിക്കിന് പോകാനിടയായി. ആ പിക്നിക്ക് പോകാൻ എൻ്റെ ഈ സാമ്പത്തികം ഇല്ല. സത്യമായ കാര്യമാണ്. സാമ്പത്തികം, കാരണം എനിക്ക് റെന്റ് കൊടുക്കണം, വീട്ടിലയക്കണം, കുഞ്ഞുങ്ങൾക്ക് ഹോസ്റ്റലിൽ അയക്കണം, ദൈനംദിന ആവശ്യങ്ങൾ നടക്കണം, ദശാംശം മാറ്റണം. ഇതെല്ലാം ഞാൻ CSIയിലായിരുന്നപ്പോഴും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു എക്സ്കർഷന് പോകാൻ പൈസ. സർവശക്തനായ ദൈവം ആരെയോ ഒരുക്കി. എൻ്റെ തന്നെ ഒരു സുഹൃത്ത് തലപിടിക്കാരൻ ഇത് അറിഞ്ഞിട്ട് പുള്ളി സ്പോൺസർ ചെയ്ത് ഞാനും വൈഫും കൂടെ ആ ചടങ്ങ്, ആ ട്രിപ്പ്. അന്ന് ഒരു ദൈവവേദനായി കേട്ട ഒരു സാലി എന്ന് പറയുന്ന സിസ്റ്റർ ദൈവം ഒരുക്കി. വചനത്തിന്റെ മർമ്മമൊക്കെ ഇവർക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. സാലി മാവേലിക്കര താമസിക്കുന്നു. അങ്ങനെ അവർ കുടുംബമായിട്ട് ഇവർ ഇടപെട്ടു. പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതൽ രാവിലെ എനിക്ക് 6 മണിക്ക് ഓഫീസിൽ എത്തണം. ഞാൻ 5 മണിക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ ഒരു തണുപ്പ് കൊണ്ടൊരു പുതപ്പും സ്വെറ്ററും ഒക്കെ ഇട്ട് എൻ്റെ കൂടെ വന്ന് അവിടെ പോയി വചനമൊക്കെ പഠിച്ചു. വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്ത് വിട്ടു. അങ്ങനെ വചനമൊക്കെ പഠിച്ച് വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞാനൊരു ഡിനോമിനേഷൻകാരനല്ല. ഞാനൊരു ദൈവ പൈതലായി ജീവിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവ പൈതലായി ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഞാൻ ഈ തിരുവചനം പഠിക്കുവാൻ ആഗ്രഹിച്ചു. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന തലവടി CSI ചർച്ചില് അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞു, വിനോദ്, ഈ ചർച്ച വിട്ടു പോകരുത്. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടായ്മകൾ എവിടെ വേണമെങ്കിലും തരാം. ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് പ്രസംഗിക്കാനാണ് താല്പര്യം, എനിക്ക് വചനം പഠിക്കുവാൻ ആഗ്രഹം. കാരണം എൻ്റെ ഒരു കാരണവശാലും എൻ്റെ ജഡം ജയിക്കരുത്, ആത്മാവിന് കീഴ്പ്പെട്ട് നിൽക്കണം, ജഡം. അതാണ് എൻ്റെ ആഗ്രഹം. അന്ന് ബഹറിൽ നിന്ന് വന്ന രാജുവച്ചനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കാഴ്ചപ്പാടൊന്നും എല്ലാവർക്കും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, അയ്യോ, ഞാനൊന്നുമില്ല, ഞാൻ സാധാരണ അവരൊന്നും ചിന്തിക്കാതെ ഒന്നും ദൂർത്ത് അല്ലല്ലോ വിനോദ, അത് നല്ലൊരു ചിന്തയാ. നമ്മുടെ ജഡം താഴാൻ ആഗ്രഹിച്ചാൽ ആത്മാവ് നമ്മളെ നടത്തും. കാരണം നമ്മുടെ റിമോട്ട് കൺട്രോൾ കർത്താവിൻ്റെയില്ല. അതുകൊണ്ട് അങ്ങനെ ഇന്നും CSIയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ അവർക്ക് വലിയ പ്രയാസമായിരുന്നെങ്കിലും മറ്റു പലരും ചോദിച്ചത് കൊണ്ട് അവർ പറഞ്ഞു, വിനോദ തിരിച്ചു വരും. എനിക്ക് ലെറ്ററൊക്കെ അയച്ചു. ഞാൻ അതിനെ മറുപടി ഇങ്ങനെ എഴുതി, ഞാൻ എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കും. പക്ഷേ ഞാൻ ചർച്ച വന്നിരുന്ന സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ പറയും. ആ സ്തോത്രവും ഹല്ലേലൂയയൊക്കെ പറയുമ്പോൾ ഞങ്ങള് പാർട്സ് ഒക്കെ വെച്ച് പാട്ട് പാടുന്ന ഒരു കൂട്ടം, നല്ല സുന്ദരമായ ഒരു ഓർഗനുള്ള ചർച്ച്, നല്ല യൂണിഫോം ഉള്ള ഒരു കൂട്ടം, വളരെയധികം പക്വതയോടെ ബീറ്റ്സും അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ വെച്ച് കൊയറിൽ ആ ചിട്ടകളൊക്കെ ഞാൻ ചെന്നിരുന്ന സ്തോത്രവും ഹല്ലേലൂയയൊക്കെ പറയുമ്പോൾ അത് ചിലപ്പം പ്രയാസം ഉണ്ടാക്കി മാറും. അതുകൊണ്ട് ഇതൊക്കെ ഹൃദയം തുറന്ന് ഞാൻ എൻ്റെ ഗുരുക്കന്മാരായിരുന്നു, അത് എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരോടൊക്കെ പറഞ്ഞു. ശരിയാ വിനോദ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഞാനൊരു ദൈവ പൈതലായി കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ പറഞ്ഞു, തീർച്ചയായിട്ടും ഏത് സമയത്തോടെ സന്തോഷത്തോടെ വരാം. ഇന്ന് വൈകിട്ടും എന്നെ ഒരു കൊച്ചനെ എന്നോട് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വന്നൂടെ? കാരണം വെച്ചാൽ നമ്മൾ ദൈവസ്നേഹത്തിലാകുമ്പോൾ നമുക്ക് ആ ദൈവസ്നേഹത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടുമ്പോൾ നമുക്ക് ഡിനോമിനേഷൻ ഒരു സ്പിരിറ്റ് അല്ല. ഓക്കെ, തുടർന്നും വരട്ടെ. എനിക്ക് 2 കുഞ്ഞുങ്ങളായിരുന്നു. കർത്താവിന്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ഇന്ത്യയിൽ വന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ ചെയ്തു. കുഞ്ഞുങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. അത്ഭുതകരമായി മകള് കുടുംബമായി, മക്കളും കൊച്ചുമക്കളുമായി അവര് ഇപ്പോൾ ബഹ്റൈനിലായിരിക്കുന്നു. ഒരു മകനുണ്ട്. മകനും വിവാഹം കഴിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങള്, 5 കൊച്ചുമക്കളെ കാണാൻ ദൈവം ഭാഗ്യം. 5 കൊച്ചുമക്കളെയും താലോലിപ്പാൻ ദൈവം ഭാഗ്യം. എന്റെ മാതാവും പിതാവും രക്ഷിക്കപ്പെട്ടു, സ്നാനം. പക്ഷെ അവർക്ക് വേർപാടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇല്ലായിരുന്നതിനാൽ ഞാൻ അവരെ നിർബന്ധിച്ചില്ല. എൻ്റെ 2 സഹോദരന്മാരും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനം. അവർക്കും വേർപെടാനുള്ള താല്പര്യമുണ്ട്. വചനം സത്യമായി അനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ന് അവന്റെ രൂപത്തിൽ നിന്ന് മാറ്റം വരുന്നുവോ അന്ന് അത് ഭംഗിയായി ചെയ്യാനും നിത്യതയിലെത്തുവോളം ദൈവം നമുക്ക് വേണ്ടി കരുതാൻ വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാനും പറ്റും. കർത്താവിൽ പ്രിയ മക്കളെ, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഇനി എനിക്ക് 10 മിനിറ്റ് സമയമേ ഉള്ളൂ. 1 മണിക്കൂർ സമയം കൊണ്ട് ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ ഞാൻ പറഞ്ഞു. പക്ഷെ പുതിയ മനുഷ്യൻ ആരായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ പുതിയ മനുഷ്യനിൽ പ്രാപിച്ചിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് എല്ലാ രീതിയിലും. കാരണം നമ്മൾ മുമ്പിൽ കാണുന്നത് മുഴുവൻ ലോകത്തിന്റെ ശക്തിയാണ്. ആ ലോകത്തിന്റെ ശക്തിയെ ജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണം. എന്ത് കണ്ടാലും പ്രതികരിക്കരുത്. എന്ത് കണ്ടാലും നമ്മൾ അതിൻ്റെ മേൽ യാതൊരു ചിന്തയും വരരുത്.
അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും പറയാനിടയാവും. കാരണം വചനം എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. ആ വചനം കൊടുത്തിരിക്കുന്നത് വായിച്ച് ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി എവിടെ ചെന്നാലും നിശബ്ദനായി അവൻ അവനെ തന്നെ സൂക്ഷിക്കും. അവന്റെ കണ്ണുമായും നാവുമായും ഹൃദയവുമായും ഒരു ഉടമ്പടി ചെയ്ത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ പ്രാപിച്ചെടുക്കാൻ ഇടയാവും. അതേ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സ്നേഹത്തിൽ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതായത് സദൃശവാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സദൃശവാക്യം അതിന്റെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 23-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അതാണ് വളരെ ഈയിടെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്നപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച വാക്കാണ്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഹൃദയം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്താൽ 5 അപ്പം കയ്യിലുണ്ടായിരുന്നത് ബാക്കിയുണ്ടായിരുന്ന 4999 ആൾക്കാർക്ക് വേണ്ടി ഈ 5 അപ്പം കൊടുത്തവന്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ 4999 പേരുടെ വിശപ്പ് മാറ്റാൻ ഒരപ്പനും അമ്മയും കൊടുത്ത 5 അപ്പം കൈ വെച്ച് നീട്ടിയ ആ ബാലന്റെ കാഴ്ചപ്പാടാണ്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഇവിടെ ആ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്. അത് കൊടുക്കാനുള്ള മനസ്സാ കുഞ്ഞു കാണിച്ചു. എന്തുകൊണ്ട്? ഈ കേൾക്കുന്ന വചനം പറഞ്ഞവനെ ഞാൻ അനുസരിക്കുന്നു, ഈ കേൾക്കുന്ന വചനം പറയുന്നവനെ ഞാൻ ആശ്രയിക്കുന്നു, ഈ എന്നോട് സംസാരിക്കുന്ന യേശു പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഇരിക്കുന്ന അപ്പം കൊടുക്കും. ആ അപ്പം 5 എണ്ണം കൊടുത്തപ്പോൾ അത് 4999 പേർക്കും, പുരുഷന്മാർക്ക് ഓരോരുത്തർ വെച്ചാണെങ്കിൽ ഭാര്യമാരെ ഒരാൾ വെച്ചാണെങ്കിൽ 5000 പേർ. അപ്പോ ഈ പാലനടക്കം 10000 പേർക്ക് ഭക്ഷണം കഴിപ്പാൻ ദൈവമാണ്. ഇതാണ് മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാനത് നിന്നെയും പോകും. വളരെ ശ്രദ്ധിക്കുക. ഈ അരിമത്ഥ്യക്കാരൻ യോസഫ് ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ വിശ്വസ്തനായിരുന്നു. കർത്താവിൽ വിശ്വസിച്ചിരുന്നവൻ ഒരു കല്ലറ അവിടെ പണിഞ്ഞിട്ടു, അല്ലെങ്കിൽ ഒരു പാറയിൽ ഒരു ഗുഹ വെട്ടി. ആ ഗുഹ വെട്ടിയിട്ട് അയാളുടെ ശവം അടക്കാൻ വേണ്ടി, മന്ത്രിയാണ്, പ്രശസ്തനായ ഒരു മനുഷ്യനും, എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്, ആ സന്നിധി സംഘത്തിലും അല്ലെങ്കിൽ ആ മന്ത്രിസഭകളിലൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആരുമില്ലാത്തവനായ കർത്താവിന് ആ കല്ലറ കൊടുത്തുവെങ്കിൽ ആ മനസ്സത്ര വലുതാണ്. നമ്മൾക്കും ഇതുപോലെ കല്ലറകൾ നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠനോ എന്നെക്കാട്ടും എല്ലാവരും തള്ളപ്പെട്ടവന് വന്നാൽ നമ്മളെ ചിലപ്പോൾ അടക്കാൻ മടിക്കുന്നവരുണ്ട്, എന്നാൽ അടക്കാൻ കൊടുക്കുന്നവരുണ്ട്. ആ കർത്താവിന് വേണ്ടി ആ കല്ലറ കൊടുത്തപ്പോൾ ലോകത്തിൽ ഇന്നുവരെയും ജനം അരിമത്ഥ്യക്കാരെ യോസഫിനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാരണം? മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, ഇമ്പമുള്ള വഴികളിൽ നടത്താം. 3-ാമത്തെ ഒരാളെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. വയലിൽ നിന്ന് അധ്വാനിച്ചു വന്ന്, വയലിൽ നിന്ന് വിയർത്ത് ബുദ്ധിമുട്ടി വന്ന് കൈയും കാലും കഴുകുകയോ എന്ന വ്യക്തിയോട് ഈ ജനമെല്ലാം ദുഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ യേശുവിനെ ക്രൂശ് ചുമക്കാൻ സാധിക്കുന്നില്ല, നീ വന്ന് ഒന്ന് പിടിക്കാന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ, ചുറ്റും നിൽക്കുന്നവരെ ഒന്നും കൂടാതെ, ചുറ്റും നിൽക്കുന്നവരെ ഒന്നും ഭയപ്പെടാതെ ആ യേശുവിന്റെ കുരിശ് ആ കാൽകുത്താവരെയും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് യേശുവിനെ ക്രൂശിപ്പാൻ, യേശുവിനോട് ക്രൂശ് ചുമക്കാൻ താല്പര്യപ്പെട്ട ആ കുറേൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വന്ന് യഹൂദദേശത്ത് പാർക്കുന്ന ആ ശീമോന് മനസ്സ് വന്നെങ്കിൽ എനിക്കും വലിയൊരു സന്തോഷം വന്നു. മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, ഞാൻ നിന്നെ ഇമ്പമുള്ള വഴികളിൽ നിർത്താം. കർത്താവിൽ പ്രിയ ജനമേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിക്കാൻ കാരണം, പെന്തക്കോസ്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തലയിൽ അഗ്നിനാവ് ഇറങ്ങിയാൽ ആദ്യം നമ്മുടെ ബ്രെയിൻ വിശുദ്ധീകരിക്കുക. ആ ബ്രെയിൻ വിശുദ്ധീകരിച്ചാൽ നമ്മുടെ കണ്ണ് കാണേണ്ടത് കണ്ണ് വിശുദ്ധീകരിക്കപ്പെടും. ആ കണ്ണ് കണ്ടത് മാത്രമേ മൂക്കിന് മണമായി വരികയുള്ളൂ. അല്ലാതെ പണ്ടത്തെ ഷാപ്പിലെ കറികളൊന്നും പ്രാധാന്യം വരില്ല, സിഗരറ്റിന്റെ മണമൊന്നും ഇഷ്ടമായി വരികയില്ല. ഇത് 3ഉം കഴിഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടത് കേൾക്കുകയുള്ളൂ. ഈ വായ അത് കഴിയുമ്പോൾ നാവ് പറയേണ്ടതേ പറയുകയുള്ളൂ. ഇത്രയും ഭാഗം ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സർവശക്തനായ ദൈവത്തിന് ഹൃദയത്തിൽ വസിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതല്ലേ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ മേലുള്ള കറക്ഷൻ.
അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസ്നേഹത്തെ പറയട്ടെ, ആ ബ്രെയിൻ വിശുദ്ധീകരിക്കപ്പെട്ടു, ചെവി വിശുദ്ധീകരിക്കപ്പെട്ടു, കണ്ണ് വിശുദ്ധീകരിക്കപ്പെട്ടു, വായ വിശുദ്ധീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞാൽ കർത്താവിന് നിന്റെ ഉള്ളത്തിൽ വസിക്കാം. എന്നാൽ ഇവയെല്ലാം തെറ്റിപ്പോയി കഴിഞ്ഞാൽ കർത്താവ് ഉള്ളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും ഈ കർത്താവിന്റെ പദ്ധതി പ്രകാരം ജീവിപ്പാനും ദൈവമായ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ഈ ഭാഗ്യത്തിൽ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ദൈവം അതിനായി എന്നെ ജീവനോടെ നിർത്തിയല്ലോ. ഈ കേട്ടവർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഈ തിരുവചനം എന്നെ കർത്താവ് ഒത്തിരി പഠിപ്പിച്ചു. അതിന് മനസ്സലിഞ്ഞ് കർത്താവ് എന്നെ സൂക്ഷിച്ചു. തിരുവചനം അനേക പ്രാവശ്യം വായിക്കാൻ സാധിച്ചു, അനേകം ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒന്ന് പറയട്ടെ, നമ്മുടെ നടപ്പ് കർത്താവിൽ മാത്രമായിരിക്കട്ടെ. നമ്മുടെ നടപ്പ് ഹാനോക്കിനെ പോലെ കർത്താവിൽ കൂടെ ആയിരിക്കട്ടെ. എന്റെ വലതുഭാഗത്ത് എന്റെ യേശു ഉണ്ട്, എന്റെ ഇടതുഭാഗത്തിന് ദൂതന്മാരുണ്ട്. അങ്ങനെ ആ നടപ്പ്. എന്റെ മുമ്പിൽ സർവശക്തനായ ദൈവമുണ്ട്. അനേക സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ലല്ലോ. ആ സമയമില്ലാത്തതിനാലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ കേൾക്കാവുന്നതുവരെയും സർവശക്തനായ ദൈവം നിങ്ങളോട് പറഞ്ഞു. ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെതാ. ഈ ശുശ്രൂഷ ബുദ്ധിയുടെ പ്രമാണമല്ല. ഈ ശുശ്രൂഷ വളരെ, ഞാന് പലപ്പോഴും CSI ചെല്ലുന്ന സമയത്ത് ആരെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടവര് മരിക്കുമ്പോൾ ചെല്ലുമ്പോൾ അവിടെ നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തികൾ എന്നോട് പറയും, വിനോദ് ഒരു 10 മിനിറ്റ് സംസാരിക്കും. ഞാനവിടെ അവരോട് അനുശോചനമുണ്ട്. മാത്രമല്ല, എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് ആത്മീയ ഉത്തേജനം തന്ന വ്യക്തികളായിരിക്കും മരിച്ചു കിടക്കുന്നത്. അവരുടെ മുമ്പാകെ യോഗ്യമായ മറുപടി പറയും. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ശുശ്രൂഷൻ അല്ലെങ്കിൽ ആ സഭയുടെ അച്ഛൻ പറയും, ഇങ്ങനെ വേണം പെന്തക്കോസ്തൽ സാക്ഷ്യം പറയാൻ, ഇതിൽ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഒരുവന് വേണ്ടി പ്രത്യാശയോടെ നിൽക്കുമ്പോൾ, അവനെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ അവന്റെ മുമ്പാകെ നമ്മുടെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണിച്ചു കൊടുത്ത് ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരും ഇടയാക്കട്ടെ. ഇങ്ങനെ ഞാൻ ചിന്തിച്ച നാളിലും ഞാൻ ചിന്തിച്ചല്ല ഈ ഒരു സാക്ഷ്യം പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് വാളകത്താണ്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത്. ഞാൻ താമസിക്കുന്നത് കൊരട്ടിയിലാണ്. അത്ഭുതകരമായി ദൈവത്തിന്റെ നടത്തിപ്പ് നടന്നതുകൊണ്ട് ദൈവം ഈ പേർക്ക്, അപ്പോൾ കർത്താവ് ഈ ഭവനത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ വലിയ പദ്ധതി പ്രകാരം എന്റെ കർത്താവ് ഞങ്ങളോട് മനസ്സറിഞ്ഞ് ഞങ്ങളെ സൂക്ഷിച്ച കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഒരു യോഗ്യതയുമില്ലായിരുന്നു. കർത്താവ് ഞങ്ങളെ വിളിച്ച് മാറോട് ചേർത്ത് അങ്ങയുടെ പദ്ധതി പ്രകാരം ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളെ അവിടുന്ന് കർത്താവ് കരുതി. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ മനസ്സിലാക്കി. അനേകരിൽ കൂടെ അങ്ങയെക്കുറിച്ച് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹം തന്നു. ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, ക്രിസ്തുയേശുവിൽ നടത്തി. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങയുടെ മുഖശോഭ കണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു വഴിയെ സ്വർഗത്തിൽ ചെയ്തു തരുമാറാകണം. എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുമിത്രാദികൾ, എന്നെ സ്നേഹിച്ചവർ, എനിക്കുള്ള വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം തന്നവർ, എനിക്കായി ഒരുക്കിയ ഈ ഭവനം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ തലമുറയ്ക്ക് അത് നീതിയായി കണക്കിടുവാൻ, കൊച്ചുമക്കൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. ഇക്കാട്ട എല്ലാവരും ഈ ഭവനത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അവസരം തരുമോ നിങ്ങൾ ചെയ്യണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നു.